വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വിപണിയിലെ വില പരിശോധിക്കുന്നത്. അതിനൊപ്പം ഹോട്ടലുകളിലടക്കം വില കൂടിയിട്ടുണ്ടോ എന്നും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തട്ടുകടകളിൽ എന്താണ് അവസ്ഥ, അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം മുട്ടയുടെ വില കുതിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് തട്ടുകടയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ നോക്കാം. അതായത് നമ്മൾ ഒരു ഓംലെറ്റ് കഴിക്കാൻ ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട്. പ്രവീൺ, ഓംലെറ്റിന് വില കൂടിയോ? റോഷ്നി, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട അടൂർ ബൈപ്പാസിന് സമീപമുള്ള ഒരു തട്ടുകടയിലാണ്. ഒരു 100 രൂപ പോക്കറ്റിലിട്ട് 3 പേർ കൂടി ലഘുഭക്ഷണം ചായയൊക്കെ കഴിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ 100 രൂപയിൽ അത് നിൽക്കുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ കടയിലെ ചേട്ടൻ തന്നെ തയ്യാറായിട്ടുണ്ട്. ചേട്ടാ, ഒരു സിംഗിൾ ഓംലെറ്റ് വേണം. ഇപ്പോൾ എങ്ങനെയാണ് മുട്ടയ്ക്കൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് വില? നിങ്ങളിവിടെ കച്ചവടം എങ്ങനെയുണ്ട്? ഇവിടുത്തെ മുട്ടയുടെ വില എന്ന് പറഞ്ഞാൽ പഴയ 2 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും ഭയാനകരമായ വിലയാണ്. ഇപ്പോൾ ഒരു മുട്ടയ്ക്ക് ഹോൾസെയിൽ വില, ഇത്രയും മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. ഇത്രയും മുട്ട എടുക്കുന്ന നമ്മുടെ കടയിൽ ഇപ്പോൾ 7 രൂപ 50 പൈസയാണ് ഇന്നത്തെ വില. ഒരു മുട്ട നമ്മൾ കിട്ടും 7 രൂപ 50 പൈസയാണ് വില. അപ്പോൾ നമുക്കിത് ഒരിക്കലും മുതലാവത്തില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ വില, ഇതിൻ്റെ എല്ലാം വിലയ്ക്ക് ഒരിക്കലും മുതലത്തെ 7 രൂപ 50 പൈസ മുട്ടയ്ക്ക് മാത്രം. പിന്നെ ഇതിനകത്ത് ഉള്ളിയുണ്ട്, ഉള്ളി, പച്ചമുളക്, ഒരു 15 രൂപ വിലയാവും. പിന്നെ അതിൻ്റെ ഗ്യാസിൻ്റെ വിലയും കൂടെ. അപ്പോൾ ഇതെല്ലാം കൂടെ ആയി വരുമ്പോൾ ഒരു കസ്റ്റമർ കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു ഓംലെറ്റ് കൊണ്ട് 20 രൂപ മേടിക്കും. ശമ്പളം എടുക്കും. ഞങ്ങൾ ഭയങ്കര നഷ്ടത്തിലാണ്. ഒരു സിംഗിൾ ഓംലെറ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കടയിൽ എത്ര രൂപയാണ്? ഞങ്ങളുടെ കട ഇപ്പോൾ 20 രൂപയാണ്. അത് ഞങ്ങൾക്കത് നഷ്ടമാണത്. നഷ്ടമെന്ന് പറഞ്ഞാൽ ഈ മുട്ടയ്ക്ക് ഇതിനെല്ലാം കൂടെ ഒരു 15 രൂപ വില വരുന്നുണ്ട്. ഗ്യാസ് ഉൾപ്പെടെ ശമ്പളം പിന്നെ അതിനപ്പുറത്ത് കിടക്കുവാണ്. അപ്പം നമുക്കത് ഒരിക്കലും മുതലാവത്തില്ല. ഒരു സിംഗിൾ ഓംലെറ്റും 2 ദോശയും ഒരു കാപ്പിയും കൂടെ കഴിച്ചാൽ എത്ര രൂപയാണ്? കാപ്പി കുടിച്ചാൽ 60 രൂപയ്ക്കുള്ളിലാവും. 4 പേര് കഴിച്ചാൽ 6 4 24 240 രൂപ. അത് ചെറിയ രീതിയിൽ. ചിക്കനും ബീഫിനും പറയുകയേ വേണ്ട. ചിക്കൻ്റെ വില ഭയങ്കര ഭയാനകമാണ്. പിന്നെ ഈ സകല സാധനങ്ങൾക്കും വില. പിന്നെ വില പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നേരത്തെ വില കുറവുള്ള സമയത്തൊക്കെ ഈ ഓംലെറ്റ് ധാരാളം ആളുകൾ കഴിക്കാൻ പറ്റും. ഇപ്പൊ എങ്ങനെയാണ് ആളുകൾ? 25 രൂപയ്ക്കുള്ളിലൊക്കെ ഓംലെറ്റ് വില ആക്കേണ്ടിരുന്നു. 30 രൂപ ആക്കണം. ദോശ കഴിക്കുന്നവർ സ്ഥിരമായിട്ട് ആ മെനുവിൽ ഈ ഓംലെറ്റ് കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് മെനുവിൽ. എന്നിട്ടും അവർക്കത് ഒരു ചെറിയ പാർട്ടികൾക്ക് എങ്ങനെ എങ്ങനെ മുതലാവും അവർക്ക്? പണ്ട് 25 രൂപയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നത് പണ്ടെന്നല്ല, ഒരു 6 മാസത്തിന് മുമ്പ് 25 രൂപയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ ഒരു 75 രൂപ ശരാശരി വേണം. അതും പോരാ. പണ്ട് ഒരു ചിക്കൻ ഫ്രൈക്ക് ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നത് 160 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വലിയ ഓക്കെ, ഇപ്പോൾ അത് 320 രൂപയ്ക്ക്. കാര്യം 172 രൂപ ഇന്നത്തെ വില. എല്ലാ സാധനങ്ങളും വിലയാണ്. ഇതിൻ്റെ സൈസ് എങ്ങനെയാണ്? ഒരു ഓംലെറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണത്? ഇതേ ഉള്ളൂ, ഇത്രയും ഈ സൈസ്. നിങ്ങൾക്ക് ശരിക്കും ലാഭമാണോ അത്? ഈ പറഞ്ഞ വിലയിൽ വിറ്റാൽ ലാഭം കിട്ടുന്നതാണ്? നഷ്ടത്തിലാണ് പോകുന്നത്. എല്ലാ കടക്കാരും ഇപ്പോൾ നഷ്ടത്തിലാണ് പോകുന്നത്. നമ്മുടെ കസ്റ്റമർ, ഞാൻ ഇവിടുത്തെ ആദ്യത്തെ കടയാണ് ബൈപ്പാസിൽ. ആദ്യമായിട്ട് ഞാൻ ഇവിടെ കടയിടുന്നത്. ഈ ആഹാരപ്രിയർ ഈ ഡബിൾ ഓംലെറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്നവർ സിംഗിളാക്കി ചുരുക്കിയിട്ടുണ്ടോ? ചില ആൾക്കാർ പൈസ സാമ്പത്തിക ബുദ്ധിമുട്ട് ചുരുക്കിയിട്ടുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്, കാശില്ല ചേട്ടാന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ദയനീയമായിട്ട് എന്നോട് പറയുന്നുണ്ട്, പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്, ഇത്രയും വിലയുള്ളതുകൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്കിപ്പം പകുതി സാധനം ചിലവാകുന്നുള്ളൂ. മുട്ട 20 ട്രൈ മുട്ട ചിലവാകുന്നിടത്ത് ഇപ്പോൾ ഞങ്ങൾക്കൊരു ആവറേജ് ഒരു 8 ട്രൈ മുട്ട ചിലവാകുന്നുള്ളൂ. വില കുറവുള്ള സമയത്ത് 20 ട്രൈ മുട്ടയാണ് ചിലവാകുന്നത് ആവറേജ്. ഇപ്പം നമുക്കൊരു 8 ട്രൈ മുട്ട കൂടുതൽ ചിലവാകുന്നതേ ഇല്ല മൊത്തത്തിൽ. റോഷ്നി, ഇവിടെ കുട്ടികളെയും കൊണ്ടൊക്കെ ആളുകൾ കഴിക്കാനും വന്നിട്ടുണ്ട്. അവർക്ക് നമുക്കറിയാം, കുട്ടികൾക്കൊക്കെ ഈ ഓംലെറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടാ, എങ്ങനെ നിങ്ങൾക്ക് മുതലാകുമോ കുട്ടികളെ കൊണ്ടൊക്കെ ഇവിടെ കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടിരിക്കുക. നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു ഉഴുന്നുവട ഇരിപ്പുണ്ട്. ഒരു കാപ്പി, ഒരു ഉഴുന്നുവട, ഒരു സിംഗിൾ ഓംലെറ്റ്, ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എത്ര രൂപ പോക്കറ്റ് വേണം? മിനിമം ഒരു 100 രൂപ മേളി വേണം ഒരാൾക്ക് മിനിമം. ഒരു നേരത്തെ ഒരു ചായക്കാണെങ്കിൽ 10 രൂപ ഉള്ളായിരുന്നു, ഇപ്പോൾ അത് 15 ആയി. ഒരു കടിക്കാണെങ്കിൽ 10 ഉള്ളായിരുന്നു, ഇപ്പോൾ 15 ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെ കൂട്ടുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് ആയില്ലേ? കടയിലെ ചേട്ടൻ പറയായിരുന്നു, ഡബിൾ ഓംലെറ്റ് ഇപ്പോൾ ആരും കഴിക്കാറില്ല, എല്ലാവരും സിംഗിൾ ഓംലെറ്റ് ആക്കി ചുരുക്കി. അതെ. വിലക്കയറ്റമാണ് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വിലക്കയറ്റം തന്നെ. അതായത് ഇപ്പൊ നിലവിലൊരു സിംഗിൾ ഓംലെറ്റിന്റെ വില എന്ന് പറയുന്നത് 20 രൂപയാണ്. അത് 30 രൂപ വരെ ആക്കണമെന്നാണ് ആ ചേട്ടൻ പ്രവീൺ പുരുഷോത്തമനോട് പറഞ്ഞത്. അതാണ് സാഹചര്യം. മുട്ടയൊന്നും കഴിക്കാൻ ഇപ്പോൾ ആളുകൾ വരുന്നില്ലെന്നാണ് പറയുന്നത്. ഈ മുട്ട, ബീഫ്, ചിക്കൻ എന്നിവയുടെ ഒക്കെ വില ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു പൊറോട്ടയ്ക്ക് ഒരു കറിയായി മേടിച്ചിരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. എന്ത് കൂട്ടി പൊറോട്ട കഴിക്കും എന്നുള്ളതൊരു ചോദ്യമാണല്ലോ മലയാളിയെ സംബന്ധിച്ച്. കാരണം പൊറോട്ട മലയാളിക്ക് എന്നും ഒരു വികാരമാണ്. ഈ ഗ്രേവി കൂട്ടി മാത്രം കഴിക്കേണ്ടി വരുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇനി ഹോട്ടലിൽ കയറി അങ്ങനെ ഗ്രേവി ചോദിക്കാനും പാടില്ല. ഏത് കോടതിയുടെ ഉത്തരവും നമുക്കറിയാമല്ലോ അല്ലേ? അപ്പോൾ ഈ ഗ്യാസ് പ്രതിസന്ധിയുണ്ട്, അതും ഒരു വശത്ത് മലയാളി അനുഭവിക്കുന്നുണ്ട്.